സാർ മേഘാണി യെസ് കമ്മിങ്. താങ്കളുടെ ബയോഡാറ്റ വരുമോ? എന്താ സാർ? നല്ല ഫയൽ. ശരി പറഞ്ഞു. സാറിന്റെ ബയോഡാറ്റ. ഓ ബയോഡാറ്റ അല്ലേ? ഫയൽ നമ്മളിങ്ങനെ എടുക്കുക. നമുക്ക് പേര് ഇഷ്ടായി. താങ്കളുടെ പേര് പറഞ്ഞില്ല. സാറിന്റെ പേരും എല്ലാം ബയോഡാറ്റയിലുണ്ട്. എന്റെ ബയോഡാറ്റ നോക്കിയായിരുന്നു. ഇംഗ്ലീഷൊക്കെ അറിയില്ല. പേര് CI ചന്ദ്രു. മിസ്റ്റർ CI ചന്ദ്രു, താങ്കൾ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ടായിരിക്കുമല്ലോ ഈ ഇന്റർവ്യൂവിനൊക്കെ വരുന്നത്. അപ്പൊ അതിന്റേതായ ഭയം ഒക്കെ താങ്കൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. പേടിക്കാനില്ല. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഈ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, സിനിമയിൽ കുറെ ഇതുണ്ട്, സീൻസ്, ഷോട്ട്, ക്യാമറ വെക്കുന്ന ഷോട്ട്. ആ ഷോട്ട് ഏതൊക്കെയാണ് താങ്കൾ ആദ്യം പറയുന്നത്? ഓക്കെ. ലോങ് ഷോട്ട്, മിഡിൽ ഷോട്ട്, ഷോർട്ട് ഷോട്ട്. അത് മാത്രമല്ല, മറ്റേ ക്ലോസപ്പ് ഷോട്ടും കൂടി ഉണ്ട്. എന്താ പറയട്ടെ? ആ ഷോട്ടിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സാർ. അതെ, മറ്റേ അവര് കാണിക്കുന്നില്ലേ, അടുത്തു വാവോ. സിനിമയെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? സാറേ, ഞാൻ ജോലിച്ച് നോക്കാൻ വന്നില്ല. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അല്ല സാറേ, മുട്ടന്മാരും എന്നും വന്നില്ല. മുട്ടയും മതി. ഏത് മുട്ടയും മതി? അല്ല സാറേ, സാറിനെ പുറത്ത് കൂടി വെച്ചിനി. നവാഗതർക്ക് സ്വാഗതം, വൈകുന്നേരം മുട്ടന്മാരും. ഓ മിസ്റ്റർ മൊണ്ണേ, അവിടെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് അംഗനവാടിയാ. അതുകൊണ്ട് അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല അവിടെ മുട്ടയും വളർത്തിട്ട് വെച്ചിരിക്കും. തന്റെ ഈ ലുക്കും പിന്നെ ഈ സ്മാർട്ട്നെസ് ഒക്കെ കാണുമ്പോ തനിക്കൊരു സിനിമ ചാൻസ് തരാൻ എനിക്ക് താല്പര്യമുണ്ട്. മമ്മൂട്ടിന്റെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമാണോ? അങ്ങനെ ചോദിയ സാറേ, ഈ മമ്മൂട്ടിന്റെ സിനിമയിൽ അഭിനയിക്കുന്നത് ഭയങ്കര ഭാഗ്യം. സാർ റോളെന്താ പറ? റോൾ എന്ന് പറയുന്നത് ഇതുവരെ അങ്ങനെ ആരും ചെയ്യാത്തൊരു സ്പെഷ്യൽ റോളാണ്. അതായത് മമ്മൂട്ടി കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു വൻ മാലിന്യ കൂമ്പാരമുണ്ട്. അത് കളക്ട് ചെയ്യാൻ വരുന്നതാടാ. അല്ല, ആ മാലിന്യ കൂമ്പാരത്തിൽ കിടക്കുന്ന അണുക്കൾ ഉണ്ടാവില്ല, അതാണ് കാര്യം.